വെൽക്കം ടു സ്റ്റഡി കഫേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് രാസപ്രവർത്തനങ്ങൾ. LDC എക്സാമുകൾക്കും പല LP UP പോലുള്ള എക്സാമുകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കഴിഞ്ഞ VUയ്ക്കും ഒക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാസപ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രാസപ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഈ രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കി പോകാം. അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് വാലൻസി അഥവാ സംയോജകത എന്ന് പറയും. ഒരു ആറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിന് പറയുന്ന പേരാണ് വാലൻസി അഥവാ സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിന് വിളിക്കുന്ന പേരാണ് വാലൻസി. മറ്റൊരു കൺസെപ്റ്റാണ് അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പങ്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അഭികാരകങ്ങൾ. അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്പന്നങ്ങൾ. പങ്കെടുക്കുന്ന ആളുകൾ അഭികാരകങ്ങളും പുതിയതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപ്പന്നങ്ങൾ. ഇനി വളരെ കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് രാസമാറ്റവും ഭൗതിക മാറ്റവും. അതെന്താണെന്നാണ് അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രാസമാറ്റവും ഭൗതിക മാറ്റവും. രാസമാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് രാസമാറ്റം. പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്ന പ്രക്രിയ. അങ്ങനെ പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുമ്പോൾ അവിടെ പുതിയ തന്മാത്രകളുടെ രൂപീകരണമാണ് നടക്കുന്നത്. രാസമാറ്റം സംഭവിക്കുമ്പോൾ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നു. അങ്ങനെ പുതിയ തന്മാത്രകൾ രൂപപ്പെടുമ്പോൾ ആ പുതിയ തന്മാത്രകളെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് രാസമാറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥിരമാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാണ്. രാസമാറ്റത്തിന് പല ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പാല് തൈരാകുന്നത്, ഇന്ധനങ്ങൾ കത്തുന്നത്, ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഭൗതിക മാറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭൗതിക മാറ്റം പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നില്ല. പകരം അവിടെ തന്മാത്രകളുടെ കണികകളുടെ അറേഞ്ച്മെന്റിലാണ് മാറ്റം ഉണ്ടാകുന്നത്. തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് ഭൗതിക മാറ്റത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തന്മാത്രകളെ അല്ലെങ്കിൽ ആ പദാർത്ഥത്തെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് സ്ഥിരമല്ല, റിവേഴ്സിബിൾ ചേഞ്ച് ആണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ് മെഴുകുരുകുന്നത്, ജലം ഐസാകുന്നത്. ഐസിനെ നമുക്ക് വീണ്ടും ജലമാക്കി മാറ്റാൻ സാധിക്കും. മെഴുകുരുകുന്നു, ആ മെഴുക് വീണ്ടും കട്ടയായിട്ട് മാറും. ജലം തിളയ്ക്കുന്ന നീരാവി നമുക്ക് തണുപ്പിച്ച് വീണ്ടും ജലമാക്കി മാറ്റാൻ സാധിക്കും. രാസമാറ്റം സ്ഥിരമാണ്, ഭൗതിക മാറ്റം സ്ഥിരമല്ല. പഴയ അവസ്ഥയിലേക്ക് പദാർത്ഥങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും ഭൗതിക മാറ്റത്തിൽ. എന്നാൽ രാസമാറ്റത്തിൽ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് പദാർത്ഥങ്ങളെ മാറ്റുവാൻ സാധിക്കില്ല. ഇനി ഒരു രാസപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു രാസപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. കൊളീഷൻ സിദ്ധാന്തം അഥവാ കൊളീഷൻ തിയറി എന്ന് പറയും. ഈ കൊളീഷൻ സിദ്ധാന്തം അനുസരിച്ച് രാസപ്രവർത്തനം നടക്കുന്നത് തന്മാത്രകളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായാണ്. തന്മാത്രകളുടെ കൊളീഷൻ മൂലമാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. രാസപ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. കൊളീഷൻ സിദ്ധാന്തം അനുസരിച്ച് തന്മാത്രകളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെ കൊളീഷന്റെ ഫലമായി എല്ലാ തന്മാത്രകളും കൊളൈഡ് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടണമെങ്കിൽ ആ തന്മാത്രകൾക്ക് ഒരു നിശ്ചിത ഗതികോർജം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിശ്ചിത ഗതികോർജമുള്ള തന്മാത്രകൾ മാത്രമേ കൊളീഷന് വിധേയമാകാറുള്ളൂ, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുള്ളൂ. അങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഒരു തന്മാത്രയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഗതികോർജത്തിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയും. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഒരു തന്മാത്രയ്ക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഗതികോർജത്തിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. അപ്പം അതായത് തന്മാത്രകളുടെ ഗതികോർജത്തെ ആശ്രയിച്ചായിരിക്കും രാസപ്രവർത്തന നിരക്ക് നിൽക്കുന്നത്. ഗതികോർജം കൂടുതലാണെങ്കിൽ രാസപ്രവർത്തനം കൂടുതലായിരിക്കും. ഗതികോർജം കുറവാണെങ്കിൽ കൊളീഷൻ്റെ നമ്പർ ഓഫ് കൊളീഷൻസ് കുറയും. നമ്പർ ഓഫ് കൊളീഷൻസ് കുറയുന്നതിൻ്റെ ഫലമായി രാസപ്രവർത്തനത്തിൻ്റെ നിരക്കും എന്തായിരിക്കണം? കുറവാണ്. രാസപ്രവർത്തനത്തിൻ്റെ വേഗത തന്മാത്രകളുടെ ഗതികോർജത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ഊർജത്തെ നമ്മൾ ത്രഷോൾഡ് എനർജി എന്നും തന്മാത്രകളുടെ ഗതികോർജത്തെ ആശ്രയിച്ചാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗത ഇരിക്കുന്നത്.
അടുത്തിനി രാസപ്രവർത്തനത്തിന് സഹായിക്കുന്ന ചില ആൾക്കാരുണ്ട്. രാസപ്രവർത്തന നിരക്ക് കൂട്ടാൻ സഹായിക്കും, കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയും. ഉൽപ്രേരകങ്ങൾ. ഉൽപ്രേരകങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ, അവയ്ക്ക് പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ. അപ്പം ഈ ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നവർ കെമിക്കലി ഇനേർട്ടാണ്. അവർ രാസമാറ്റത്തിന് വിധേയമാകില്ല. നമ്മളൊരു രാസപ്രവർത്തനത്തിൽ എന്തുമാത്രം ഉൽപ്രേരകം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും തന്നെ ഉൽപ്രേരകം രാസപ്രവർത്തനത്തിന് ശേഷം നമുക്ക് തിരികെ ലഭിക്കണം. അപ്പോൾ സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. ഇങ്ങനെയുള്ള ഈ ഉൽപ്രേരകങ്ങളുടെ അഥവാ കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് കറ്റാലിസിസ് അഥവാ കെമിക്കൽ കറ്റാലിസിസ്. ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേര് കറ്റാലിസിസ്. ഉൽപ്രേരകങ്ങളെ തന്നെ നമുക്ക് പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട 2 കേസുകൾ മാത്രം നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഉൽപ്രേരകങ്ങളെ 2 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. പോസിറ്റീവ് കാറ്റലിസ്റ്റുകളുമുണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റുകളുണ്ട്. ആ പേരിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രാസപ്രവർത്തന നിരക്ക് കൂട്ടുന്ന ഉൽപ്രേരകങ്ങൾക്ക് പറയുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും, എന്നാൽ രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും വിളിക്കുന്നു. രാസപ്രവർത്തന നിരക്ക് കൂട്ടുന്ന ആൾക്കാർ പോസിറ്റീവ് കാറ്റലിസ്റ്റും രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കുന്ന ആൾക്കാർ നെഗറ്റീവ് കാറ്റലിസ്റ്റും. ഇനി ചില പ്രധാനപ്പെട്ട ഉൽപ്രേരകങ്ങളെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഒരു 4-5 പോയിന്റ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ വന്ന് കാണുന്നതാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന് കാണുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു 4-5 ഉൽപ്രേരകങ്ങളുടെ പേര് ഒന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും. ആദ്യത്തെ കേസാണ് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ. റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്. ഈ സമ്പർക്ക പ്രക്രിയയിൽ അഥവാ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ്. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം, സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ്. അടുത്തത് അമോണിയയെ കുറിച്ചാണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഹേബർ പ്രോസസ് അല്ലെങ്കിൽ ഹേബർ പ്രക്രിയ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ചി അയൺ. അമോണിയയുടെ നിർമ്മാണം ഹേബർ പ്രക്രിയ, ഉൽപ്രേരകം സ്പോഞ്ചി അയൺ. അടുത്തത് വനസ്പതി. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഹൈഡ്രജനേഷനാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു രാസപ്രവർത്തനമായിട്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ. ഓർത്തു വെക്കുക, വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് നിക്കൽ. അടുത്തത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം പ്ലാറ്റിനം. ചിലപ്പോൾ പ്ലാറ്റിനം എന്നായിരിക്കില്ല, പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് എന്നൊക്കെ വേണമെങ്കിലും ഓപ്ഷൻ തരാം. അങ്ങനെ തന്നാലും തെറ്റൊന്നുമില്ല. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് പ്ലാറ്റിനം അഥവാ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. അടുത്തത് ക്ലോറിൻ. ക്ലോറിൻ വാതകത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഡീക്കൺസ് പ്രക്രിയ. അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് ഡീക്കൺസ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് കുപ്രിക് ക്ലോറൈഡ്. ഡീക്കൺസ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് കുപ്രിക് ക്ലോറൈഡ്. ഇനി നമ്മൾ വിവിധ തരം രാസപ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. വിവിധ തരം രാസപ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ. ഓക്സീകരണവും നിരോക്സീകരണവും. ഓക്സിഡേഷൻ റിഡക്ഷൻ. ആദ്യം നമുക്ക് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്താണെന്ന് നോക്കാം.
ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിരോക്സീകാരി. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ആറ്റമാണ് നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ നേടുന്ന ആറ്റത്തെ ഓക്സീകാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന ആറ്റം നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റും ഇലക്ട്രോണിനെ നേടുന്ന ആറ്റം ഓക്സീകാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സീകരണം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ നേടുന്ന പ്രക്രിയ, ഗെയിൻ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നിരോക്സീകരണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ഓക്സീകരണം, ഇലക്ട്രോണിനെ നേടുന്നത് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. അടുത്തൊരു ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റെ ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ച സംഭവം ഇത്രയേ ഉള്ളൂ. താപം പുറം തള്ളുന്ന രാസപ്രവർത്തനങ്ങൾ, ഹീറ്റ് റിലീസ് ചെയ്യുന്ന, താപത്തെ പുറം തള്ളുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് എക്സോതെർമിക്. രാസപ്രവർത്തന ഫലമായി താപം പുറം തള്ളുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് എക്സോതെർമിക്. എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു 4 എക്സാമ്പിൾസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. കക്ക നീറ്റുന്നത്, സിമെൻറ്റിൻ്റെ സെറ്റിംഗ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇന്ധനങ്ങൾ കത്തുന്നത്. അതിൽ ആദ്യത്തെ 3 കക്ക നീറ്റുന്നത്, സിമെൻറ്റിൻ്റെ സെറ്റിംഗ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇത് 3 ഓപ്ഷൻ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ താപത്തെ പുറന്തള്ളുന്ന പ്രവർത്തനം എക്സോതെർമിക്. അപ്പോൾ താപം പുറന്തള്ളുന്ന പ്രവർത്തനങ്ങൾ ഉള്ളതുപോലെ തന്നെ താപം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്. അവയ്ക്ക് പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ ഉദാഹരണമാണ് ഐസ് ഉരുകുന്നത്. ഐസിന് നമ്മൾ താപം കൊടുക്കുമ്പോൾ ആ താപം ആഗിരണം ചെയ്ത് അത് ജലമായി മാറുന്നു. ജലത്തിലേക്ക് നമ്മൾ താപം കൊടുക്കുമ്പോൾ ആ ജലം താപം ആഗിരണം ചെയ്ത് തെളിച്ച് നീരാവിയായി മാറുന്നു. ഇതൊക്കെ എൻഡോതെർമിക് റിയാക്ഷനുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ടൈപ്പ് റിയാക്ഷനാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പ്രകാശത്തിന് അവിടെ എന്തോ റോൾ ഉണ്ടായിരിക്കും. സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രകാശ രാസപ്രവർത്തനം. പ്രകാശം ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രകാശം ആഗിരണം ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് ഉദാഹരണമാണ്. അടുത്ത ടൈപ്പ് റിയാക്ഷനാണ് വൈദ്യുത രാസപ്രവർത്തനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകാശ രാസപ്രവർത്തനം പറഞ്ഞ പോലെ തന്നെ ഒരു ടൈപ്പാണ് വൈദ്യുത രാസപ്രവർത്തനം. ഇവിടെ ആരുണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കണം, വൈദ്യുതിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി വൈദ്യുതി ഉണ്ടാകുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് വൈദ്യുത രാസപ്രവർത്തനം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ്. വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഈ വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട 2-3 പദങ്ങളുണ്ട്. 2-3 പദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോലൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോലൈറ്റുകൾ, ഇലക്ട്രോഡുകൾ, അങ്ങനെയുള്ള 2 കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന, കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. അതിനുദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. അടുത്ത ഇലക്ട്രോഡുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വൈദ്യുതി ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്നു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വൈദ്യുതി കടത്തി വിടാൻ വേണ്ടി ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്ന ചില ദണ്ഡുകളുണ്ട്, റോഡ്സ് ഉണ്ട്. ആ ദണ്ഡുകൾക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയും. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തി വിടുന്ന
ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ദണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകൾ. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കാഥോഡ് എന്നും ആനോഡ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഓർത്തിരിക്കുക, ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ദണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകളും വൈദ്യുതി കടന്നു പോകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകളും. അടുത്ത റിയാക്ഷനാണ് വിഘടന പ്രക്രിയകൾ അഥവാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയും. വിഘടന പ്രക്രിയകൾ അഥവാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട 2 ടൈപ്പാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത്. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ വിഘടന പ്രക്രിയ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതിലൊരെണ്ണമാണ് വൈദ്യുത വിശ്ലേഷണം. നമ്മൾ നേരത്തെ പറഞ്ഞു, വൈദ്യുതി കടത്തിവിടുമ്പോൾ നടക്കുന്ന വിഘടന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോലിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. വൈദ്യുതി കടന്നു പോകുമ്പോൾ നടക്കുന്ന വിഘടന പ്രക്രിയയെ ഇലക്ട്രോലിസിസ് എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്. ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, മൈക്കിൾ ഫാരഡേ എന്ന് കേട്ടിട്ടുണ്ടോ? വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡേ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വൈദ്യുത വിശ്ലേഷണ നിയമം വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരഡേ. ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ആദ്യമായി വേർതിരിച്ച ലോഹം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ആദ്യമായി വേർതിരിച്ച ലോഹമാണ് പൊട്ടാസ്യം. അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ വേർതിരിക്കുന്ന മറ്റൊരു ലോഹമാണ് സോഡിയം. ഓർത്തിരിക്കുക, പൊട്ടാസ്യവും സോഡിയവും വേർതിരിക്കുന്നത് ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെയാണ്, വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ആദ്യമായി വേർതിരിച്ച ലോഹം എന്ന് പറയുന്നത് ആദ്യമായി വേർതിരിച്ച ലോഹം എന്ന് പറയുന്നത് പൊട്ടാസ്യം. മാറിപ്പോവല്ലേ, ആദ്യമായി വേർതിരിച്ചത് പൊട്ടാസ്യവും സോഡിയം വേർതിരിക്കുന്നതും വൈദ്യുത വിശ്ലേഷണത്തിലൂടെ തന്നെയാണ്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലോഹനാശമൊക്കെ തടയുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ നടത്താവുന്നതാണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി സിങ്ക് പൂശുന്ന പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. പ്രീവിയസ് പോയിന്റ് ആണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ സർഫസിലേക്ക് നമ്മൾ സിങ്കിനെ കോട്ട് ചെയ്യും. സിങ്കിനെ പൂശുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഗാൽവനൈസേഷൻ പ്രക്രിയയുടെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പിൻ്റെ ലോഹനാശം തടയുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി സിങ്ക് പൂശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഇനി അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു ഇലക്ട്രോളിസിസ് എന്താണെന്ന് പറഞ്ഞു, വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനം. അപ്പോൾ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഓർത്തിരുന്നാൽ മതി, ജലമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു രാസവസ്തു വിഘടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. ഇത് കഴിഞ്ഞ ഹൈഡ്രോളിസിസും ഇലക്ട്രോളിസിസും രണ്ടിൻ്റെ ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനം ഇലക്ട്രോളിസിസ്, ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനം ഹൈഡ്രോളിസിസ്. അടുത്ത പ്രക്രിയയാണ് ഹൈഡ്രജനേഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണത്. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ നമ്മൾ പറയുന്നുണ്ടായി. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ? അപൂരിത സംയുക്തങ്ങളെ ഹൈഡ്രജൻ കടത്തിവിട്ട് പൂരിത സംയുക്തങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ ഹൈഡ്രജൻ കടത്തിവിട്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹൈഡ്രജനേഷൻ. അപൂരിത സംയുക്തങ്ങളിൽ ഹൈഡ്രജൻ കടത്തിവിട്ട് പൂരിത സംയുക്തങ്ങളാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഹൈഡ്രജനേഷൻ. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നതാണ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് വനസ്പതി നിർമ്മിക്കുന്നു. ആ പ്രക്രിയയാണ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഓർത്ത് വെക്കണം, വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിക്കാം. വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വനസ്പതി അഥവാ വെജിറ്റബിൾ ഗീ എന്ന് പറയും. നമ്മൾ ഈ വാങ്ങുന്ന ഡാൽഡ, അതാണ് വനസ്പതി എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് രാസപ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണ് ന്യൂട്രലൈസേഷൻ.
ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് ജലവും ലവണവുമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. അല്ലെങ്കിൽ ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് നിർവീര്യമാക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ന്യൂട്രലൈസേഷൻ. 2 എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലവണം എന്ന് പറയുന്നത്, സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ലവണമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഓർത്തിരിക്കുക, ഈ സോൾട്ടിൻ്റെ പേര് ഓർത്ത് വെച്ചോണം. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ലഭിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കൂടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലവണം എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്തൊരു റിയാക്ഷനാണ് ഫെർമെൻറ്റേഷൻ. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വീട്ടിൽ അപ്പത്തിന് മാവ് അരച്ച് വെക്കുമ്പോൾ ഫെർമെൻറ്റേഷൻ നടക്കുന്നു, വൈൻ ഉണ്ടാക്കുമ്പോൾ ഫെർമെൻറ്റേഷൻ നടക്കുന്നു. ഇങ്ങനെ ഫെർമെൻറ്റേഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ അഭാവത്തിൽ വിഘടിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫെർമെൻറ്റേഷൻ. ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു വിഘടന പ്രക്രിയ തന്നെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ വിഘടനമാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ അഭാവത്തിൽ വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ. ഈ ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഈ അപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുമ്പോൾ ഈസ്റ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രോസസ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തൊരു പ്രവർത്തനമാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. ഖരപദാർത്ഥങ്ങൾ നേരിട്ട് വാതകമായി മാറുന്ന, ഖരം നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉത്പതനം. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം ചോദിക്കാറുണ്ട്. 3 നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ 3 അറിഞ്ഞാൽ മതി, നമുക്ക് അവിടുന്ന് അതൊക്കെ ചോദിക്കത്തുള്ളൂ. ഉത്പതനത്തെക്കുറിച്ച് പറയും. ഉത്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് കർപ്പൂരം. നമുക്കറിയാം, കർപ്പൂരം നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് വേപ്പറായി ഇല്ലാണ്ടായി പോകുന്നതാണ്. അപ്പോൾ ആ ഖരാവസ്ഥയിൽ നിന്നും കർപ്പൂരം നേരിട്ട് ഏത് അവസ്ഥയിലേക്ക് മാറിപ്പോയി? വാതകാവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുപോലെ തന്നെ വീട്ടിലൊക്കെ നമ്മൾ പാറ്റാ ഗുളിക ഉപയോഗിക്കുന്നതാണ്. ഈ പാറ്റാ ഗുളികയും നമ്മളിപ്പം കബോർഡിലും വാഷ് ബേസിനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ വേപ്പറായി ഇല്ലാണ്ടായി പോകും. അതും ഉത്പതനത്തിന് വിധേയമാകാണ്. അതുപോലെ തന്നെ ഉത്പതനത്തിന് വിധേയമാകുന്ന മറ്റൊരു പദാർത്ഥമാണ് അയഡിൻ. അപ്പോൾ ഉത്പതനത്തിന് വിധേയമാകുന്ന 3 പദാർത്ഥങ്ങളുടെ പേര് കൊടുത്തു വെച്ചോണം: കർപ്പൂരം, പാറ്റാ ഗുളിക, അയഡിൻ. അടുത്തൊരു പ്രവർത്തനമാണ് വൾക്കനൈസേഷൻ. ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു പോയിന്റാണ് വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, നാച്ചുറൽ റബ്ബറിനൊരു പ്രത്യേകതയുണ്ട്. അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. നാച്ചുറൽ റബ്ബറിന്, പ്രകൃതിദത്ത റബ്ബറിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഈ നാച്ചുറൽ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്നതിന്, സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി നമ്മളൊരു പരിപാടി ചെയ്യും. അതിലേക്ക് സൾഫർ ചേർത്ത് ചൂടാക്കും. അങ്ങനെ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്നതിനായി സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്നതിനായി സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. മറ്റൊരു പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അതും രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന പോളിമേഴ്സിനെ കുറിച്ചൊക്കെ. പോളിമേഴ്സ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്ന് ആദ്യം ഓർത്തു വെച്ചാൽ മതി. പോളിമറുകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 2 അതിലധികമോ ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് ഒരു സങ്കീർണ തന്മാത്രയുണ്ടാകുന്ന പ്രക്രിയ. 2 അതിലധികമോ സിമ്പിൾ മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ഒരു കോംപ്ലക്സ് മോളിക്യൂളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണ തന്മാത്രകളാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. അങ്ങനെ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ലഘു തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമർ എന്ന് പറയും. ലഘു തന്മാത്രകൾ അറിയപ്പെടുന്ന പേരാണ് മോണോമറുകൾ എന്നും. എന്നാൽ രൂപം കൊള്ളുന്ന കോംപ്ലക്സ് മോളിക്യൂൾസിന് പറയുന്ന പേരാണ് പോളിമറുകൾ എന്ന് പറയും. മോണോ മീൻസ് സിംഗിൾ, പോളി മീൻസ് മെനി എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ലഘു തന്മാത്രകളെ മോണോമർ എന്നും
രൂപം കൊള്ളുന്ന കോംപ്ലക്സ് മോളിക്യൂൾസിന് പറയുന്ന പേരാണ് പോളിമർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി കഫേ.